ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കോഴിക്കോട് പറമ്പിൽ ബസാർ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വീടിൻ്റെ കാര്യം ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ഫുൾ പണി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇതിൻ്റെ വില ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. അപ്പം വീട് കോഴിക്കോട് പറമ്പിൽ ബസാർ പോളൂർ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന പോലെ തന്നെ 4 ബെഡ്റൂമുള്ള വീടാണ്. അത്യാവശ്യം നല്ല ഫാൻസി ടൈപ്പ് നല്ല ഭംഗിയുള്ള വീടാണ്. അപ്പോൾ ഇതിൻ്റെ പണി ഇപ്പോൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ പറമ്പിൽ ബസാർ ഭാഗത്ത് വീട് ചോദിച്ച് തന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ പറമ്പിൽ ബസാർ പോളൂർ റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള റോഡാണ്. ഒരു 10 ഫുട്ട് നല്ല വലുപ്പമുള്ള റോഡാണ്. ആ കാണുന്നത് കോൺക്രീറ്റ് റോഡാണ്. അവിടെ നിന്ന് ഇത്ര ദൂരം മാത്രമേ വരുന്നുള്ളൂ. നമ്മളെ വീടിൻ്റെ മുൻവശത്ത് നമുക്കൊരു ഇന്നോവ കാറ് ഒക്കെ നിർത്തിയിട്ടുള്ള സ്പേസ്, നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന കിണർ നല്ല അടിപൊളി വെള്ളമാണ്. ഇവിടെ വെള്ളം കയറുന്ന ഏരിയ അല്ല. അതുപോലെ തന്നെ നല്ല അടിപൊളി കുടിവെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്. ചുറ്റുപാടുകളൊക്കെ നല്ല അടിപൊളി വീടുകൾ, നല്ല ഏരിയയാണ്. കിണറ്റിൽ വെള്ളം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല അടിപൊളി വെള്ളമാണ്. അതുപോലെ തന്നെ സൈഡ് ഭാഗത്തൊക്കെ ഫുള്ള് നമ്മൾ കോമ്പൗണ്ട് വാള്, ഗേറ്റ്, ഇൻ്റർലോക്ക്, അതുപോലെ തന്നെ ഫുൾ കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. ഫുൾ പണി കഴിഞ്ഞിട്ടുള്ള വിലയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതും. ഇപ്പം വീടിൻ്റെ ജനവാതിലൊക്കെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല മരത്തിൻ്റെ ജനവാതിലുകളാണ്. വാതിൽ പൊളികളൊക്കെ ആ രീതിയിൽ തന്നെയാണ് വരിക. അത്യാവശ്യം നല്ല രീതിയിൽ മുറ്റുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ചെറിയൊരു സിറ്റ് ഔട്ടാണ്. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഇപ്പോൾ മുന്നിലേക്ക് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ്. മുന്നിൽ കൂടെ ഇങ്ങനെ നല്ല അടിപൊളി റോഡ്, ഇവിടെ കിണർ, നമുക്കിവിടെ ഒരു ഫോർച്യൂണർ കാർ അല്ലെങ്കിൽ ഒരു ബെൻസ് കാർ നിർത്തിയിട്ടാലും നല്ല രീതിയിൽ സ്പേസ് ഇവിടെ മുൻവശത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ പണി കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പണിയായിട്ട് നമുക്ക് ചുമരൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ മരത്തിൻ്റെ നല്ല വീതിയുള്ള മരത്തിൻ്റെ ഒരു വാതിൽ കട്ടിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ നല്ല വലുപ്പമുള്ള വലിയൊരു ഹാളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ജനവാതിലൊക്കെ നല്ല വലുപ്പമുള്ള ജനവാതിലാണ്. മാക്സിമം വെളിച്ചം അകത്തേക്ക് കയറുന്ന രീതിയിലാണ് ജനവാതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല രീതിയിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ മുകളിൽ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ കണ്ടില്ലേ കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സ്പേസ്. ഇപ്പോൾ നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, മുകൾ വശത്ത് ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ കയറി വരുമ്പോൾ, ഒരാളിലേക്ക് കയറി വരുമ്പോൾ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അവിടെ അടുത്ത് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ് കേട്ടോ. ബെഡ്റൂമിൻ്റെ കയറുമ്പോൾ തന്നെ വലതുവശത്ത് ബാത്റൂമാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂമാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് വലിയൊരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. നല്ല രീതിയിൽ വെളിച്ചവും കാറ്റും കയറാൻ പറ്റുന്ന രീതിയിലുള്ള ജനവാതിലുകൾ മുന്നിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് താഴത്തിപ്പോൾ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ അവിടെ ബാത്റൂമും വലുപ്പമുള്ള ബാത്റൂമാണ്. ഇത് കുറച്ചുകൂടി വലുപ്പം കൂടിയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂമാണ്. നല്ല വലുപ്പമുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം കുറച്ചുകൂടി നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടി വലുപ്പം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണ്. ഈ ബെഡ്റൂം നല്ല വലുപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ. 2 ബെഡ്റൂം താഴത്തുണ്ട്. ഇവിടെ സൈഡിൽ സ്റ്റെയർ കേസ് ഉണ്ട്. ചെറിയൊരു സ്പേസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് കിച്ചൺ ആവാനുള്ള ചാൻസ്. കിച്ചണാണ്, അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഒരു കിച്ചണാണ്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളാണ് താഴത്തുള്ളത്. 2 ബെഡ്റൂം, താഴത്ത് ചെറിയൊരു കിച്ചണ്, നല്ല വലുപ്പമുള്ള വിശാലമായിട്ടുള്ള ഹാളാണ്. ഇനി നമ്മൾ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് വരുമ്പോൾ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി ഒരു സ്പേസ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 2ാമത്തെ നിലയിലേക്കാണ് കയറുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ വിശാലമായിട്ട് നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ്. ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്പേസാണ് ഇവിടെ ഉള്ളത്. ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്.
ഓപ്പൺ ടെറസിൽ ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുകളിലത്തെ സിറ്റ് ഔട്ടാണ്. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച കേട്ടോ, കണ്ടില്ലേ? ഇത്രയും സ്പേസ് ഉണ്ട്. നമുക്ക് അവിടെ ഒരു ഫോർച്യൂണർ നിർത്തിയിട്ടാലും ഇവിടെ ഒരു ആൾട്ടോ കാർ കൂടി വേണം നിർത്തിയിടാം. അത്രയും സ്പേസ് മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്ന റോഡാണ്. ഈ കാണുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. നല്ല വിശാലമായിട്ട് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ജനവാതിൽ ഫുള്ള് മരത്തിൻ്റെ കേട്ടോ. ഇപ്പോൾ വീടിൻ്റെ ബാക്കിലൊക്കെ ആൾക്കാർ സിമെൻറ്റിൻ്റെ വെച്ചാണ്, പക്ഷേ ഇതിൻ്റെ ബാക്കിലൊക്കെ ഫുള്ള് മരത്തിൻ്റെ കേട്ടോ. നല്ല അടിപൊളി മരത്തിൻ്റെ ജനവാതിലാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ തേപ്പിൻ്റെ ഒക്കെ ഫിനിഷിങ് കണ്ടാൽ തന്നെ അറിയാം അത്രയും ക്വാളിറ്റി ഉള്ള വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണം വന്ന് കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നത് ബാത്റൂമാണ്. ഒക്കെ നല്ല കണ്ടില്ലേ, മരത്തിൻ്റെയൊക്കെ കട്ടിങ് കണ്ടില്ല, അത്യാവശ്യം നല്ല കട്ടിയുള്ള രീതിയിൽ തന്നെയാണ് ഈ വാതിൽക്കട്ടിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് നാലാമത്തെ ബെഡ്റൂമാണ്. നാലാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് വരുന്ന ഒരു അടിപൊളി വീടാണ്. കണ്ടില്ലേ, നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മൊത്തം 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ബാത്റൂം, വലിയൊരു ഹാള്, അതുപോലെ തന്നെ 2 സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ വരുന്നൊരു അടിപൊളി വീടാണ്. ഇനിയിപ്പം ഇത്രയും സൗകര്യങ്ങളാണ് നമ്മളിപ്പോൾ 2ാമത്തെ നിലയിൽ കണ്ടിട്ടുള്ളത്. ഇനി 3ാമത്തെ നിലയിലേക്ക് നിങ്ങൾക്ക് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം കേട്ടോ. കാരണം നമ്മൾ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ കാഴ്ച വരെ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സ്പേസ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് വീടിൻ്റെ ഏറ്റവും മുകളിലാട്ടോ, 3ാമത്തെ നിലേൻ്റെ മുകളാണ്. മൂന്നാമത്തെ നിലേൻ്റെ മുകളാണ്. കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള അടിപൊളി വ്യൂ പോയിൻ്റാണ്. കണ്ടില്ലേ, ചുറ്റും വീടുകളൊക്കെ ആയിട്ട് ഒരുപാട് സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയും ഇങ്ങനെ പ്ലഗ് കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ കാണുന്ന രീതിയിൽ നല്ലൊരു അടിപൊളി കണ്ടോ. അവിടെ ചുറ്റും വീടുകളിലൊക്കെ കിണറാട്ടോ, ഒക്കെ വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ കിണർ കുഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ വെള്ളം കിട്ടാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട് വിളിക്കുക. ഫുൾ പണി കഴിഞ്ഞിട്ട്, അതായത് ഇൻ്റർലോക്ക്, ഗേറ്റ്, ചുറ്റും അതിൽ അങ്ങനെയുള്ള ഫുൾ പരിപാടി, വീടിൻ്റെ ഫുൾ പെയിൻ്റ് അടി, വാതിൽപ്പൊളി വെക്കുന്ന എല്ലാ A to Z ഫുൾ പണി കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്ന വില വെറും 72 ലക്ഷം രൂപയാണ്. അതും പ്രൈസ് നെഗോഷ്യബിളാണ്. നമ്മൾ കോഴിക്കോട് പറമ്പിൽ ബസാർ നല്ലൊരു ചാൻസ് ഉള്ള വീടാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോളി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.